അങ്ങനെ ഒടുവിൽ നമ്മുടെ കഥാനായിക രേണു സുധി ബിഗ് ബോസിലോട്ട് പോയിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു രേണു സുധിയുടെ ഫ്ലൈറ്റ്. എന്തായാലും 3-ാം തീയതി നമുക്ക് TV-യിൽ കാണാൻ പറ്റും രേണു സുധിയെ. ഇന്ന് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും 24/7 ആണ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റും തിങ്കളാഴ്ച തൊട്ട്. അതുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ നിങ്ങൾ ആരും മറക്കാതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഈ പറയുന്ന രേണു സുധി എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നതെന്ന്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ റിയൽ ഫേസ് വെളിയിൽ വരും. കാര്യം എപ്പോഴും നമുക്ക് ഇങ്ങനെ കള്ളത്തരം അഭിനയിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ റിയൽ ക്യാരക്ടർ വെളിയിൽ വരും. അതാണ് ആ ഒരു ഷോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പകുതി ആൾക്കാരും ആ ഒരു ഷോയിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോലും പോകാത്തത്. കാര്യം തനി സ്വഭാവം വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കരിയറിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ഒരു ഷോയിലോട്ട് പോവാത്തതും. പിന്നെ കുറെ ആൾക്കാരുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, ഇത് കൂതറ ഷോയാണ്, ഏത് പട്ടിക്ക് വേണമെങ്കിലും ഈ ഒരു ഷോയിൽ പോവാം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. അതൊന്നും നടക്കുന്ന പരിപാടിയൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്. ഏകദേശം 500 പേപ്പർ അടുപ്പിച്ചാണ് അതിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ. ആ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 9 മാസത്തേക്ക് പിന്നെ നമ്മൾ അവരുടെ അണ്ടറിലാണ്. അവരെ പറ്റി നമ്മൾ നെഗറ്റീവ് പോലും പുറത്തിറങ്ങിയിട്ട് വന്ന് പറഞ്ഞുകൂടാ. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടസ്റ്റന്റിന്റെ പേരിൽ അവർക്ക് കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. എന്തായാലും രേണു പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയതിനെല്ലാം ഒരു ഫലം ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു പെർ ഡേ ഒരു 5000-6000 രൂപയാണ് രേണുവിന് കിട്ടാൻ പോകുന്നത്. രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ടാക്സും എല്ലാം കഴിഞ്ഞിട്ട് ഡെയിലി 5000 രൂപ വെച്ച് രേണുവിൻ്റെ പോക്കറ്റിൽ കിട്ടും. അതും പോരാഞ്ഞ് പുള്ളിക്കാരത്തി ഇനി കപ്പടിച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയും കൈ കിട്ടും. എന്തായാലും നമുക്ക് രേണു സുധിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് വായിക്കാം. രേണു സുധിയുടെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള സജീന ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ്. ഈ ലോകത്ത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ്, ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുധിയാണ്. മനസ്സിൻ്റെ നിയന്ത്രണവും കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു. ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമൻ്റായി ആരും വരണ്ട. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തോന്നറിയോ? നമ്മൾ ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ളൊരു കാര്യം ഒരു മനുഷ്യരുടെ അടുത്ത് നമ്മൾ പറയരുത്. അഥവാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 100% അവരുടെ ഭാഗത്ത് നിന്ന് ആ വ്യക്തിയെ അവർ പുറത്താക്കും. അതായത് ആ ഷോയിൽ നിന്ന് അവർ ക്യാൻസൽ ചെയ്യും. അതാണ് അവർ പണ്ട് തൊട്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഷോകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കിട്ടി ബിഗ് ബോസിൻ്റെ സെറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് ഔട്ടായെന്നും പറഞ്ഞിട്ട് പലരെയും അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ രേണു സുധിയെ സംബന്ധിച്ച് രേണുവിൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് ഈ സജീന എന്ന് പറയുന്നൊരു വ്യക്തി. പബ്ലിക്കായിട്ട് വന്നിരുന്ന് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഷോ എവിടെ തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോണം. അതായത് TV-യിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് അതിൻ്റെ ഡാൻസും കാര്യങ്ങളും അതിൻ്റെ ഷൂട്ടും പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത്. എന്തുദ്ദേശത്തിലാണ് ഇവർ ശരിക്കും ഇങ്ങനെ ഇട്ടത്? അതുകൊണ്ട് PR വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബോധവും വിവരവും ഉള്ള ആരുടെടുത്തെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഇനി 2 ദിവസത്തിന് മുന്നേ ഇവരുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീണ എസ് പിള്ള ഉണ്ടല്ലോ, കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയെ പറ്റിയിട്ട് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. വീണ എസ് പിള്ളை വീണിലേക്ക് എന്താകുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ആ വീഡിയോയ്ക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ പെണ്ണാന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. എനിക്ക് ആദ്യമായിട്ട് അവളോട് ചോദിക്കാനുള്ളത്, എടി നിനക്ക് നാണോ ഉണ്ടോടി? നിനക്ക് നാണോ മാനോ ഒരു അല്പം ഉടുപ്പ് നിനക്കുണ്ടോ? അതില്ല എന്നുള്ളത് നിന്റെ ലൈഫിൽ ഇതുവരെയുള്ള ലൈഫ് ജീവിതം നോക്കിയെടുത്താൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ രേണുവിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഈ പറയുന്ന ഉളുപ്പും നാണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന്. യാതൊരുവിധ സാധനവും ഈ പറയുന്ന രേണുവിനില്ല. ഉണ്ടെങ്കിൽ രേണു ഇങ്ങനെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇമാതിരി പരിപാടി കാണിക്കത്തില്ല. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞ് എന്തെല്ലാം കോപ്രായാണ് ഇവർ കാട്ടിക്കൂട്ടിയത്. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കാരണമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ ഇവരിപ്പോൾ ചെന്നിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് ചെന്നിട്ട് ഇമാതിരി വേലത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ലാലേട്ടൻ്റെ വായിരിക്കുന്ന കേൾക്കുകയും ചെയ്യും. ഇനി ലാലേട്ടൻ എന്തെങ്കിലും ചൂടായി സംസാരിച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ നിങ്ങളാരാ, എൻ്റെ തന്തയാണോ എന്ന് ചോദിക്കരുത്. അവരുടെ സ്വഭാവം വെച്ച് അവരങ്ങനെ തന്നെ തിരിച്ചു ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് ഈ പറയുന്ന ഉപദേശവും കാര്യങ്ങളും ഒക്കെ സ്വന്തം കൂട്ടുകാരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. പിന്നെ ഞാൻ വെറുതെ ചോദിച്ചാൽ നിങ്ങൾ പിന്നെ ഇവളിട്ട വീഡിയോയ്ക്ക് അങ്ങ് തുടരെ എന്തോ ഓരോ കമൻറ്റ്, അയ്യോ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വെച്ചിട്ടാണ് രേണു സുധി എടുത്തോട്ട് പോയത്, ഇത്രയും നല്ലൊരു പെണ്ണ്, എന്തൊരു ശാന്തമായ സംസാരം, എന്തൊരു മാന്യമായ സംസാരം. ഇതൊക്കെ ഇപ്പം എനിക്കും വന്നിരുന്ന് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശാന്തവും ശാലിനെയും സുന്ദരിയായിട്ടൊന്ന് സംസാരിക്കാം. എന്തിന് ഇവള് എന്തൊക്കെയാണ് അത് പറഞ്ഞു കൂട്ടത്? ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല, ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ. അപ്പോൾ ഇവിടെ ഇത്രയും അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഇവിടെ അങ്ങ് ഭയങ്കര അങ്ങ് മാലാഖയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം. ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ. അതിന് മുന്നേ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ. ഇപ്പോൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഈ സുധി എന്ന് പറയുന്ന ആൾ പരാമർശിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
വീണയുടെ പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, ഉള്ള കാര്യമാണ്. വീണ എന്ന് പറയുന്ന ഒരാൾ പുതിയതായിട്ട് ഈ പറയുന്ന ഒരു വോയിസ് ആയിട്ട് പുറത്ത് വന്ന സമയത്ത് അപ്പോഴാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു വ്യക്തിയുണ്ട്, സുധി രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ ഒരു സ്ത്രീ ഇവിടെ വരാൻ കാരണം ആരാണ്? ഈ പറയുന്ന രേണു തന്നെയാണ്. രേണു പലരിടത്തും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു സ്ത്രീയെപ്പറ്റി അനാവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് കിടന്നത്. ആ സാഹചര്യത്തിലല്ലേ അവർ പുറത്തു വന്നത്. ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്കൊന്നും പറയണ്ടേ? നിങ്ങളുടെ കണ്ണിൽ രേണു എന്ന് പറയുന്നത് എന്തോ ഒരു ലോകത്ത് ഇതുപോലെ വളരെ നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തി കാണത്തില്ലായിരിക്കാം. പക്ഷെ നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ നോക്കിക്കോ, 24/7 നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണ് എന്ന്. ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ടതിൻ്റെ അനുഭവം വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക. അത് അങ്ങനെയുള്ളൊരു ഷോ ആണത്. ഒന്നെങ്കിൽ ഇവരുടെ കരിയർ കംപ്ലീറ്റ് ഇവർ നശിപ്പിക്കും അതിനകത്ത് പോയി, പിന്നെ പുറത്തിറങ്ങി ഇവർക്ക് ഒരു പരിപാടി പോലും കിട്ടത്തില്ല. ഇല്ല, ഇപ്പം ഇവളുടെ വീഡിയോയിൽ ഇവള് തന്നെ പറയുന്നു, ഈ രേണു സുധിയുടെ ചാറ്റ്, സുധിച്ചേട്ടൻ അയച്ച ചാറ്റ് കണ്ടതിന് ശേഷം അയാൾ അന്നേ എൻ്റെ മനസ്സിലങ്ങ് മരിച്ചത്. അങ്ങനെ മരിച്ചുള്ള ആൾ മരിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നീ വേണ്ടാന്ന് വെച്ച് നീ പോയി വേറെ കെട്ടി, അതിനെയും കളഞ്ഞിട്ട് വേറെയും കെട്ടി. അപ്പം അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരുത്തിക്ക് ഇത്രയും ഫീൽ വരേണ്ട കാര്യമില്ല. മനസ്സിലായ? അപ്പം നീ പറയുന്നു ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ രേണു കയറി ഇടപെട്ടിട്ടാ പോയെന്ന്. അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അവർ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുവിനെ സംബന്ധിച്ച് രേണു അത് കാണിച്ചിട്ടുണ്ടോ? പലരും വന്ന് ഓരോ കമൻറ്റ്, അതായത് ഞാലിയാൻകുഴിയിലെ ഒരു ബിനു എന്ന് പറയുന്ന ഒരാളുടെ പേര് വന്ന് കമൻറ്റ് ഇട്ടപ്പോഴാണ് നമ്മളെല്ലാവരും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ ഇൻ്റർവ്യൂസിൻ്റെ ഇടയിൽ രേണുവിൻ്റെ അടുത്ത് ഈ ഞാലിയാൻകുഴി ബിനുവിനെ പറ്റി ചോദിക്കുമ്പം രേണു ഇതിനെപ്പറ്റി ഒരക്ഷരവും സംസാരിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരാളില്ല, പിന്നെ അങ്ങനെ ഒരാളുണ്ടെന്ന് പറയുന്നു, പിന്നെ ആ വ്യക്തി കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ കിടന്ന് രേണു ഉരുണ്ട് കളിക്കുമായിരുന്നു. രേണുവിൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളും രേണു പബ്ലിക്കായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല ഈ പറയുന്ന വീണയെ കുറ്റം പറയാനായിട്ട്. ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് സുചേട്ടനെ കെട്ടുന്നു. അപ്പോൾ സുചേട്ടനുമായിട്ട് പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ മൂന്നാമതൊരാളെ കെട്ടി. അതും പോരാഞ്ഞ് അതും കളഞ്ഞിട്ട് നാലാമതൊരാളെ കെട്ടി. ഇപ്പോൾ ആ ഉള്ളത് നാലാമതൊരാളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഉണ്ടെങ്കിൽ ഇമാതിരി നാണം കെട്ട പരിപാടിക്ക് വിടത്തില്ല. അന്തസ്സുള്ള ഒരാളാണെങ്കിൽ വിടത്തില്ല. എക്സ് ഭർത്താവിനെ കുറിച്ച് അന്തസ്സുള്ള ആളാണെങ്കിൽ ഇങ്ങനെ നാണം കെട്ട പരിപാടിക്കൊന്നും വിടത്തില്ല എന്ന്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യം ചോദിക്കട്ടെ. കിച്ചു എന്ന് പറയുന്നൊരു പയ്യൻ, അവന് മനസ്സിൽ ഭയങ്കരമായിട്ട് അങ്ങ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുവാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലും അല്ല. പേഴ്സണലി ആ പയ്യനോടൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം വന്നിരുന്ന് ബ്ലൈൻഡായിട്ട് വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുവാണ്. അതായത് രേണു ചെയ്യുന്നത് എന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ്. ബാക്കി ഈ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവർ എല്ലാവരും വളരെ ചീത്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. 5 കെട്ടിയതാണ്, 10 കെട്ടിയതാണ്. അങ്ങനെയൊക്കെ കെട്ടിയാൽ തന്നെ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ആരും പറയില്ല, അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മളതെടുത്ത് പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കതൊന്നും പറയാൻ ഒരു രീതിയിലുള്ള അവകാശമില്ല. ഞാൻ ഈ നിമിഷം വരെ രേണുവിൻ്റെ പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് രേണു നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി രേണുവിൻ്റെ അടുത്തൊരു നാടകം കൂടി ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പറിന് ആരെങ്കിലും ഒരാളെ കൂടെ കയറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നു കിച്ചുവിനെ ആയിരിക്കും കൂടെ കയറ്റാൻ പോകുന്നത്. അത് തന്നെ നൈസായിട്ട് ആൾക്കാരുടെ സിമ്പതി പിടിച്ച് പറ്റാനുള്ള പരിപാടിയാണ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇവർ തമ്മിലൊന്നും വലിയ ടേംസിലൊന്നും അല്ല. രേണു വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കാം കിച്ചുവിനെ കയറ്റുന്നത്. കാര്യം കിച്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് എല്ലാവരും അയ്യോ കിച്ചു എന്നും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ സപ്പോർട്ടായിട്ട് ചെല്ലും. രേണുവിന് ഇത്ര നാളുണ്ടായ നെഗറ്റീവും അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രേണു മിക്കവാറും പ്ലാൻ ചെയ്ത് കിച്ചുവിനകത്ത് കയറ്റാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായിരിക്കും ബിഗ് ബോസിൽ കാണിക്കുന്നതെന്ന് അറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. നിങ്ങൾ കാത്തിരിക്കുക. ഒരു മനുഷ്യരും ഈ ഒരു ഷോ മിസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം രേണുവിനെ പറ്റി പറയുമ്പോഴത്തേക്ക് 100% എല്ലാവർക്കും നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. ആ വ്യൂവർഷിപ്പ് വരുന്നതിൻ്റെ കാരണം എന്തുവാ? ഈ സ്ത്രീയെ എല്ലാവരും വെറുക്കുന്നതിൻ്റെ പേരിലാണ് എല്ലാവർക്കും ഇത്രയും വ്യൂവർഷിപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ. ഇനിയാണ് ശരിക്കുള്ള രേണു സുധി എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.